നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ദേശാഭിമാനി പ്രധാന വാർത്തകൾ. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രധാനമായിട്ടും CPM അക്കൗണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ഒരു വലിയ രാഷ്ട്രീയ വേട്ടയായിട്ടാണ് ദേശാഭിമാനി ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് രാഷ്ട്രീയ വേട്ട എല്ലാ തലത്തിലും. അത് CPMനെതിരെ മാത്രമല്ല, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ശത്രുതാപരമായ നിലപാട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും BJP സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ യാതൊരു കാരണവുമില്ലാതെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ വളരെ പെട്ടെന്ന് മരവിപ്പിച്ചത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. മുൻകൂർ നോട്ടീസ് നൽകിയിട്ടില്ല, വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊന്നുമില്ലാതെയാണ് നടപടി. സ്വാഭാവികമായിട്ട് സാധാരണ സംഭവിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ പോലും ഇത്തരത്തിൽ, അതായത് ആദായ നികുതി ക്രമക്കേടെന്തിനും നടന്നതാണെങ്കിൽ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ആണെങ്കിൽ പോലും അതിന് മുൻകൂർ നോട്ടീസ് നൽകണം, അതേപോലെ വിശദീകരണം ആവശ്യപ്പെടണം. ഇതൊന്നും തന്നെ നടന്നിട്ടില്ല. അത് BJP തൃശ്ശൂർ ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കാറിൻ്റെ നികുതി വെട്ടിച്ച കേസിൽ വിചാരണ തുടരാൻ കോടതി വിധിച്ചത് തിരിച്ചടിയായതിന് പിന്നാലെയാണ്. കോടതിയാണ് വിധിച്ചത്. അത് കോടതി വിധിച്ചെങ്കിലും സർക്കാർ അതിനുവേണ്ടി കൃത്യമായി വാദിച്ചു. പ്രോസിക്യൂഷൻ വാദിച്ചത് കൊണ്ടാണല്ലോ കോടതിക്ക് അങ്ങനെ വിധിക്കേണ്ടി വന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ അഹന്ത, ധിക്കാരം, സുരേഷ് ഗോപിക്ക് ഇപ്പം നികുതി അടയ്ക്കാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷെ അതൊരു ധിക്കാരമാണ്. കാരണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ പോകുന്ന ആൾ ഇതിന് ഇവിടെ നികുതി അടയ്ക്കണം, അതൊക്കെ അദ്ദേഹത്തോട് നികുതി ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അന്നേരം അതിനെതിരെ വളരെ കർക്കശമായ നിലപാടെടുത്തതിന് പ്രതികാരം എന്ന രീതിയിലാണ് ഈ നടപടി. MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPIM ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിനടുത്തുള്ള ഒരു ബാങ്കാണ്, പൊതുമേഖലാ ബാങ്കാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ രേഖകൾ, ഡേറ്റാസ് എല്ലാം രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ആർക്കും തുടങ്ങാൻ പറ്റില്ല. അവിടുത്തെ വിവരങ്ങളെല്ലാം, ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാൻസ്പെറൻ്റാണ്, പൂർണ്ണമായും ട്രാൻസ്പെറൻ്റാണ്. കൃത്യമായും ഒരു പൊതുമേഖല ബാങ്കാണ്. എന്നിട്ടും ഇത്തരത്തിൽ പെട്ടെന്ന് ചെയ്തിരിക്കുന്നത് ജനങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനായിട്ടാണ്. ജനങ്ങളിൽ, അതായത് കരുവന്നൂർ ബാങ്കുമായിട്ട് അവിടെ നടന്നിരിക്കുന്ന അഴിമതി, അത് കൃത്യമായി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ വളരെ കർക്കശമായ നിലപാടെടുക്കണം. കാരണം ഈ സഹകരണ സംഘം എന്നത് തന്നെ കണ്ണിലെ കരടാണ് BJP സർക്കാരിൻ്റെ. അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സഹകരണവും ഒന്നും പാടില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ സംവിധാനങ്ങളൊക്കെ എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് പരിഹരിക്കണം. പക്ഷേ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെയും അത് നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കുക എന്നതാണ് കേന്ദ്ര BJP സർക്കാരിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അതും ഇതും കൂടെ കൂട്ടിക്കുഴച്ച്, അതായത് CPM ആണ് ഈ കരുവന്നൂർ ബാങ്കിലേക്കുള്ള പാർട്ടിയെ നേരിട്ട് ബന്ധപ്പെടുത്തി. കാരണം അവർ പല ചോദ്യം ചെയ്യലുകൾ പല തരത്തിൽ നടത്തിയിട്ടും പാർട്ടിക്ക് നേരിട്ട് ബന്ധം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയും സർക്കാരുമൊക്കെ കരുവന്നൂർ ബാങ്കിൽ നടന്ന ക്രമക്കേടിൽ വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ സ്വീകരിക്കാനുള്ള നിയമപരമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട്. പക്ഷേ അത് പോരാ, എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധാരണയിൽപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ വരവിപ്പിനൊന്നും അധികാരം നീണ്ടു നിൽക്കുക. കാരണം ഇതിന് ഒരു യുക്തിസഹമായ ഒരു കാരണവും ചൂണ്ടിക്കാണിക്കാൻ ആദായ നികുതി വകുപ്പിനില്ല. എന്ന് മാത്രമല്ല, ജില്ലാ സെക്രട്ടറിയെ ED വിളിച്ചു വരുത്തി, എന്തോ ചോദിക്കാനായി വിളിച്ചു വരുത്തി, അവിടെ വളരെ നാടകീയമായി പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് ഒരു കാരണവും പറയാതെ കണ്ട് മരവിപ്പിക്കുന്നു എന്ന് പറയുകയുമാണ് ചെയ്തത്. ഇത് ഒരു കാലത്തും, കാരണം എല്ലാ ഏകാധിപതികൾക്ക് വിരളി പിടിക്കുമ്പോൾ തോൽവിയുടെ വിരളി, കേരളത്തിൽ 20 സീറ്റിൽ ഒരിടത്ത് പോലും രണ്ടാം സ്ഥാനത്ത് പോലും ഇപ്രാവശ്യം BJP വരില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ആ വിരളി. പിന്നെ ഇന്ത്യ മുന്നണി, ഇന്ത്യയിൽ മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മുന്നേറ്റം, ആ മുന്നേറ്റവും തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ശരിക്കും സാധാരണ എടുക്കുന്ന വർഗീയ ചേരുവകളൊക്കെ അത്ര കണ്ട് ഫലം ചെയ്യുമോ? എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ആവർത്തിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. എല്ലായ്പ്പോഴും തേങ്ങ വിട്ടിട്ട് മുയലിനെ കൊല്ലുക എന്നുള്ള പരിപാടി നടക്കില്ല.
അതിനേക്കാളൊക്കെ രൂക്ഷമാണ് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, കർഷകരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇവയൊക്കെ കൊണ്ട് മറച്ചു വെക്കാൻ പറ്റില്ല മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘാടനം എന്ന് തോന്നിയതുകൊണ്ടാവാം വിരളി പിടിച്ച് BJP സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചുപിടിക്കും. CPIM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി നിയമപരമായി നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ കണക്കുകളും കൃത്യമായി കാണിച്ചാണ് നിയമ നടപടികളിലൂടെ എല്ലാ അക്കൗണ്ടും പുനഃസ്ഥാപിക്കും. എല്ലാ അക്കൗണ്ടുകളും കൃത്യമായി കാണിച്ചിട്ടുള്ളതാണ്. നിയമ നടപടികളിലൂടെ പുനഃസ്ഥാപിക്കും. ഒരു പൈസ ഇല്ലാതെ തിരിച്ചു പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനറിയാം എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും അക്കൗണ്ടുകളിലും കണക്കുകളും ഒക്കെ കൃത്യമായി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM. ഇൻകം ടാക്സ് റിട്ടേൺസ് കാണിച്ചതാണ്. CPIMൻ്റെ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അക്കൗണ്ട് കൃത്യമായി പരിശോധിച്ച് ഔദ്യോഗികമായി അയച്ചു കൊടുത്തതാണ്. തൃശ്ശൂരിലേത് മാത്രം ഇല്ലെന്ന് പറയുന്നത് ആളെ പറ്റിക്കലാണ്. കാരണം കരുവന്നൂർ ബാങ്ക് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക, ഇവിടെ മൊത്തം ക്രമക്കേടാണെന്ന് വരുത്തി തീർക്കുക, അത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് അത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അക്കൗണ്ടാണ്. അതിലൂടെയുള്ള തുകയാണ് ഈ 6 കോടി എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം, 6 ലക്ഷം പേര് 100 രൂപ വെച്ചെടുത്താൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഇത് CPMന് ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളാണ്. ആ പാർട്ടിക്ക് വേണ്ടി പൈസ കൊടുക്കുന്നത് ജനങ്ങളാണ്. അല്ലാതെ ചെറുകിട സംരംഭകരും ബിസിനസ് നടത്തുന്നവരും ഒക്കെ കൊടുക്കാറുണ്ട്, സംഭാവന കൊടുക്കാറുണ്ട്. അത് പക്ഷേ വലിയ വൻപൻ കോർപ്പറേറ്റുകൾ ഇതുകൂട്ട് 100 കോടിയും 1000 കോടിയും ഒന്നും കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നാണ് കരുതുന്നത്. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും അങ്ങനെയാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നില്ല. കുറേ മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന സംഘടനകൾ തന്നെയാണ് ഇടതുപക്ഷത്തുള്ള പാർട്ടികൾ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതുകൊണ്ടാണ് CPMനെ പോലൊരു പ്രസ്ഥാനത്തിന് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിലൊക്കെ കർക്കശമായി വരുമ്പോൾ തന്നെ പാർലമെൻറ്റിൽ അതിൻ്റെ അപകടം എന്താണെന്ന് കൃത്യമായി സീതാറാം യെച്ചൂരി കാണുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. അതൊന്നും ചർച്ചയാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ, CPM ഒരു ചെറിയ പാർട്ടിയാണ്, അവർക്ക് കിട്ടില്ലേ. CPMനേക്കാൾ എത്രയോ ചെറിയ പാർട്ടി എത്രയോ വലിയ തുകകൾ ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയിരിക്കുന്നു. CPM വിചാരിച്ചാൽ CPMൻ്റെ സംഘടനാ ശേഷി വെച്ച് ആൾക്കാരോട് സ്വാധീനിച്ച് ചോദിക്കാൻ വെച്ച് 1000-ലധികം കോടികൾ ഇലക്ട്രൽ ബോർഡിലൂടെ വളരെ നിസ്സാരമായി കണ്ടെത്താൻ പറ്റുമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്കറിയാം. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. എത്ര മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇതേപോലുള്ള കുപ്രചരണങ്ങൾ നടത്തിയാലും യാഥാർത്ഥ്യവും നന്മ എവിടെയുണ്ടെന്ന് ജനങ്ങളറിയും. നന്മ എവിടെ ഉണ്ട് അതിനെ തല്ലിക്കെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. BJP മാത്രമല്ല, കോൺഗ്രസും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർ ഈ വിഷയത്തിലൊന്നും കാര്യമായ രീതിയിലുള്ള പ്രതികരണമില്ല. എത്രയോ നിരാശാകരമാണ് അവരുടെ പ്രകടന പത്രിക. അത് നമുക്ക് പിന്നീട് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. BJP ചില ക്ഷേമ പ്രവർത്തനങ്ങൾ പറയുന്നു, ലക്ഷങ്ങളും കോടികളും കൊടുക്കുമെന്ന് പറയുന്നു. അത് തന്നെ ആവർത്തിക്കുക. അവർ ഹിന്ദുത്വ പറയുമ്പോൾ ഇവിടെ മൃദു ഹിന്ദുത്വം കോൺഗ്രസ്സിന്. അവരെ ഇതേ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ചില ചെപ്പടി വിദ്യകൾ, ക്ഷേമപ്രവർത്തനങ്ങളൊന്നും ചെയ്യില്ല. പെട്രോളിന് 50 രൂപ ആക്കിയോ? ഇല്ല. കർഷകൻ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വന്നോ? ഇല്ല. അതേപോലെ ചില കപട വാഗ്ദാനങ്ങൾ നൽകുക എന്നതിൽ കവിഞ്ഞ് ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലില്ല. ഏതായാലും ഈ വിഷയത്തിൽ, അക്കൗണ്ട് മരവിപ്പിച്ച വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണം എന്നാണ് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ CPIMൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് രാഷ്ട്രീയ വേട്ടയാടലും ഭീഷണിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗവുമാണെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കാരണം അറിയിക്കാതെയാണ് ആദായനികുതി വകുപ്പ് നടപടിയെടുത്തത്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പാർട്ടി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പൊതുജന മധ്യത്തിലും ഉണ്ട്. പാർട്ടിക്ക് വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളില്ല. ആദായനികുതി വകുപ്പിൻ്റെ നടപടിയെ നിയമപരമായി നേരിടും. കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം നടപടികൾക്കെതിരെ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണമെന്നാണ് യെച്ചൂരി ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. ഇത് ചില മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന CPMന് പല ബാങ്കുകളിൽ പല അക്കൗണ്ട്, എന്താണ് പല ബാങ്കുകളിൽ പല അക്കൗണ്ടുകൾ എടുത്തുകൂടെ? കേരളത്തിലെ ഓരോ വ്യക്തിക്കും സാധാരണക്കാരനും 3-4 അക്കൗണ്ടുകളുണ്ട്. CPM പോലൊരു പ്രസ്ഥാനത്തിന് പല അക്കൗണ്ടുകൾ എടുത്തുകൂടെ? ഇതൊക്കെ വലിയ വിഷയമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സംഗതിയാണെന്ന് ജനത്തെ തോന്നും. പക്ഷേ ജനം അത്ര വിഡ്ഢികളല്ല കേരളത്തിലെ.
ജനങ്ങൾ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ, തൊഴിലാളികൾ, പണിയെടുക്കുന്നവരൊന്നും അത്രയ്ക്ക് വിഡ്ഢികളല്ല. വല്ല കൂപമണ്ടൂകങ്ങളെ പോലെ അടുക്കളയിൽ മാത്രം കഴിഞ്ഞു കൂടുന്ന കുലപാരമ്പര്യമുള്ള ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അല്ലാതെ കണ്ട് സാധാരണ ജനങ്ങളെ ഇതൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ഏതായാലും ഈ അക്കൗണ്ട് മരവിപ്പിച്ചതുമായി വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ കണ്ട് നടത്തിയ ഈ സംഗതി വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. തുഗ്ലക്കിൻ്റെ തലച്ചോറിൽ മാത്രം വരുന്ന സംഗതിയാണ്. ഏതായാലും ഇതൊന്നും കണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് CPIM വിറപ്പിക്കാനാവും എന്ന് മോദിയും സംഘപരിവാറും ഒന്നും കരുതേണ്ടതില്ല എന്നതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാന വാർത്ത പ്രധാന പേജിൽ സിൽവർ ലൈൻ അട്ടിമറിക്ക് കോഴ, സതീശനെതിരായ ഹർജിയിൽ 18-ന് വിധി. റെയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 150 കോടി കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്ന ഹർജിയിൽ 18-ന് വിധി പറയും. അന്വേഷണത്തിന് അനുമതി ചോദിച്ച് വിജിലൻസ് സർക്കാരിന് കത്തയച്ചിരുന്നു. ഇക്കാര്യത്തിൽ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേസ് വിധി പറയാനായിട്ട് മാറ്റിയത്. മറ്റ് ദേശാഭിമാനിയിൽ പ്രധാന പേജിലെ ഇന്നത്തെ പ്രധാന വാർത്ത നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഗതികേടാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ നമ്മൾ കണ്ടു, സ്വന്തമായി കൊടി പോലും ഉയർത്താനുള്ള ധൈര്യമില്ല. സംഘപരിവാർ എന്ത് പറയുന്നു അതിന് വിധേയമാണ്. കാരണം വടക്കേ ഇന്ത്യയിൽ അവർ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചാൽ, ഈ തെറ്റിദ്ധാരണ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുണ്ട്, കേരളത്തിൽ മാത്രമല്ലേ ഇടതുപക്ഷം ഉള്ളൂ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സിന് ഈ അഖിലേന്ത്യാ തലത്തിൽ ജനങ്ങളെ BJP തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുകയില്ല. പിന്നെ എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്? പാകിസ്ഥാൻ്റെ കൊടിയ ഇന്ത്യയിലെ പൗരന്മാർ പിടിക്കുന്നത് എന്ന് BJP പ്രചരിപ്പിച്ചാൽ അതങ്ങ് പാടി പതിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളെങ്കിൽ നിങ്ങളെന്തിനാണ് അഖിലേന്ത്യാ പാർട്ടിയാണെന്ന് പറയുന്നത്? മറ്റാരും കൊടി മടക്കാതെ തന്നെ, ചിഹ്നവും കൊടിയൊന്നും മടക്കുക, നിങ്ങൾ സ്വയം ഇതൊക്കെ മടക്കി പോക്കറ്റിലിടുകയാണല്ലോ. ഇപ്പോൾ എടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. സ്വന്തം കൊടി പോലും എടുത്തുയർത്തിപ്പിടിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഭീരുക്കളെ പോലെ മാറുകയാണ് 4 വോട്ടിന് വേണ്ടി. നാണമില്ലേ നിങ്ങൾക്ക്? ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവർ വോട്ട് ചെയ്യും. ഈ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുക. അതിന് പകരം അവർ പറയുന്ന സംഗതിക്കൊപ്പം നിന്നിട്ട് കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കൊടി പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ അവരുടെ കൊടി പിടിക്കാൻ അനുവദിച്ചില്ല. അവർ പിടിക്കാത്തതുകൊണ്ട് ഞങ്ങളും പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസിനും സ്വന്തം കൊടി ഉയർത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് പ്രകടന പത്രിക വരുന്നത്. അതിൽ എന്താണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും, പ്രത്യേകിച്ചും CAA പൗരത്വ ഭേദഗതി ബിൽ, അതിൻ്റെ അപകടകരമായ അവസ്ഥയും ദേശാഭിമാനി പറയുന്നു. ഇവർ പറയുന്ന ഗൗരവം ഇവർ പലർക്കും മനസ്സിലായിട്ടില്ല. പുരോഹിതന്മാരാണ്, അമ്പലത്തിലെ പൂജാരിമാരാണ് തീരുമാനിക്കുന്നത് ആർക്ക് പൗരത്വം കൊടുക്കണം. അവരുടെ സർട്ടിഫിക്കറ്റ് മതി. ഇത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിൽ RSS പോഷക സംഘടന CAA വഴിയുള്ള പൗരത്വത്തിന് യോഗ്യതാ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി രാമക്ഷേത്രത്തിലൂടെയൊക്കെ ആയിരിക്കും പൗരത്വ ബില്ല് കിട്ടുന്നത്. ഇത്രയൊക്കെ ആയിട്ട് കോൺഗ്രസിന് ആ വിഷയത്തിൽ പ്രകടന പത്രികയിൽ ഒന്നും പറയാനായിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കുക RSSൻ്റെ തന്ത്രമാണത്. അതിൽ വീണുപോയി കോൺഗ്രസ്. അല്ലെങ്കിൽ തന്നെ അവർക്കെന്താ ആത്മാർത്ഥത? ഇത് പൗരത്വ ബില്ലോ എന്തോ വന്നു കഴിഞ്ഞാലും തങ്ങൾക്ക് അധികാരത്തിൽ വരണം, കോർപ്പറേറ്റുകളെ സേവിക്കുന്നത് BJPയിൽ നിന്ന് തങ്ങൾക്ക് കിട്ടണം. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട, കോർപ്പറേറ്റുകളെ ഇന്ന് സുന്ദരമായി സേവിക്കാൻ BJP ഉണ്ട്. കെട്ടുറപ്പുള്ള പ്രസ്ഥാനം, സ്ഥിരതയുള്ള പ്രസ്ഥാനം. അതൊക്കെ കൊണ്ടാണ്. നിങ്ങൾ ആ സ്ഥിരത ആർജിച്ചാൽ, നിങ്ങൾക്ക് കെട്ടുറപ്പുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ അധികാരം തരും ഇവിടുത്തെ കോർപ്പറേറ്റുകൾ. അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അല്ലാതെ ആ അധികാരം ഇങ്ങനെ കണ്ടുകൊണ്ട് അവരെ സേവിക്കുന്നത് പോലെ, അവർ പറയുന്നത് പോലൊക്കെ ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ കണ്ട് ജനങ്ങളോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഈ പ്രസ്ഥാനത്തിനില്ല എന്നാണ് ഈ പ്രകടന പത്രികയിൽ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതുപോലെ തന്നെ കരിനിയമങ്ങൾ, UAPA, BJPക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തേരാപ്പാര ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞില്ലേ? കോടതിക്കൊന്നും പറയാൻ പറ്റില്ല. CAPA അനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ കെജ്രിവാളിനെ ആണെങ്കിലും മറ്റാരെയാണെങ്കിലും പല കരിനിയമങ്ങളുണ്ട്. ആ കരിനിയമങ്ങളൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് തെളിയിക്കേണ്ടതാണ്. ആരെങ്കിലും ഒരു സാക്ഷി മൊഴിയോ അല്ലെങ്കിൽ ഒരു സാക്ഷിയെ സൃഷ്ടിച്ചെടുത്തിട്ട്, ഇപ്പോൾ കെജ്രിവാളിൻ്റെയൊക്കെ കേസിൽ എന്താണ്, സാക്ഷിയെ ജയിലിൽ വെച്ച് ജയിലിൽ പ്രതിയായി വന്ന ഒരാളെ അയാൾക്ക് പല സംഗതികളും ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിലൂടെയൊക്കെ അയാളെ മയക്കിയെടുത്തിട്ട് അയാളെ കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ചിരിക്കുകയാണ്.
മാപ്പ് സാക്ഷിയാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു മൊഴി വെച്ചിട്ട് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം, വേറെ യാതൊരു തെളിവുമില്ല, അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കുന്നു. എത്ര വർഷം വേണമെങ്കിലും കിടക്കാം. പല ആൾക്കാരും ജയിലിൽ ജീവിതം മുഴുവൻ ഹോമിച്ച് നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വന്നിരിക്കുന്നു. അതിനുശേഷമായിരിക്കും അവർ കുറ്റവിമുക്തരാക്കുന്നത്. എത്ര കാലം നീണ്ട തടവ് ശിക്ഷ ഇതേപോലെ വിചാരണയില്ലാതെ ശരിതെറ്റുകൾ വിശകലനം ചെയ്യാതെ കണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ ഈ കരിനിയമങ്ങൾക്ക് കഴിയും. അതിനെതിരെ എന്തെങ്കിലും UAPA പോലെയുള്ള അല്ലെങ്കിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്, വളരെ നിരാശാകരമാണ്. കാരണം അത് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബല സംഘടനയാണ്. നമ്മൾ ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അഖിലേന്ത്യാ തലത്തിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് കോൺഗ്രസിനെ കാണുന്നത്. പക്ഷെ പ്രവൃത്തിയിൽ വേരുകൾ അറ്റുപോയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്രയുമൊക്കെയാണ് പ്രധാന പേജിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ 5-ാം പേജിലും കുറേയധികം വാർത്തകളുണ്ട്. സമയക്കുറവ് മൂലം അതിലേക്ക് കടക്കാതിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ അല്ലെങ്കിൽ നന്മയുണ്ടാക്കുന്ന വാർത്തകളൊന്നും ആരും പറയാത്തത് കൊണ്ട് ഒരു വാർത്തയോടെ പറയാം. 1000 മെഗാവാട്ട് പിന്നിട്ട് സൗരോർജ്ജ കുതിപ്പ്. നമുക്കറിയാം വൈദ്യുതി ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. വോൾട്ടേജ് പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. കാരണം ഉപയോഗം അതേപോലെ കൂടി കേരളത്തിലെ ജനങ്ങളുടെ. അത്തരത്തിൽ ജീവിത നിലവാരത്തിലുമൊക്കെ വന്ന വലിയ വർധനവ് വൈദ്യുതി ഉപയോഗത്തിലും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് കേരളത്തിന് അതിന് ചെയ്യാവുന്നതെല്ലാം മറ്റെല്ലാ സംസ്ഥാനത്തെക്കാളും അധികം സൗരോർജ പദ്ധതികൾ കേരളത്തിൽ വിജയം കണ്ടു. 500 മെഗാവാട്ട് വർധന എന്ന ലക്ഷ്യത്തിലാണ് സംസ്ഥാന സർക്കാർ പുരപ്പുറ സൗരോർജ പദ്ധതി ആരംഭിച്ചത്. ഇപ്പോഴത് ആ ലക്ഷ്യമൊക്കെ പിന്നിട്ട് വളരെയധികം അതിലും കവിഞ്ഞിരിക്കുന്നു. സൗരോർജ നിലയങ്ങളിൽ പുരപ്പുറ സൗരോർജ നിലയങ്ങളിലൂടെ 730.47 മെഗാവാട്ടും ഭൗമോപരിതല സൗരോർജ നിലയങ്ങളിലൂടെ 278.82 മെഗാവാട്ടും സ്ഥാപിത ശേഷി നേടാനായിട്ട് കേരളത്തിന് കഴിഞ്ഞു. അത് വളരെ വലിയ വിജയമാണ്. അതിനെക്കുറിച്ചൊന്നും മറ്റാരും നമ്മളെ അറിയിക്കും എന്ന് കരുതേണ്ടതില്ല. എന്നാൽ ഈ വിജയത്തിൽ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ, സത്യസന്ധമായി കാര്യത്തെ കാണുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷമുണ്ടാകും. അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങൾക്ക് കഴിയും. സാധാരണ ജനങ്ങളത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് പലപ്പോഴും ഇടതുപക്ഷത്തിന് കിട്ടുന്ന പിന്തുണ. ഇത്രയുമാണ് ദേശാഭിമാനി പ്രധാന പേജിൽ നിന്ന് പറയുവാനുള്ള വാർത്തകൾ. വാസ്തവങ്ങൾ കേട്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടേണ്ടതായിട്ടുണ്ട്. വ്യൂവേഴ്സിൻ്റെ എണ്ണം നമുക്ക് ആവശ്യത്തിനുണ്ട്. എന്നാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കളും സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി, നല്ല ദിവസം ആശംസിക്കുന്നു.